ഒരു KSRTC ഡ്രൈവറെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നോട് ഒരു കാര്യം സൂചിപ്പിച്ചു. കഴിഞ്ഞ 30 വർഷമായി അദ്ദേഹം KSRTC ബസ് ഓടിക്കുന്നു. ഇന്നുവരെ യാതൊരുവിധ അപകടങ്ങളും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഈ അപകടങ്ങളൊന്നും സംഭവിക്കാതെ എന്നെ കാത്തുപരിപാലിച്ചത് പരിശുദ്ധമ്മയാണ്. ഞാൻ വാഹനം ഓടിക്കുമ്പോൾ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് വാഹനം ഓടിക്കുന്നത്. അതുകൊണ്ട് ഇന്നുവരെ ഈ ഒരു മാതാവിന്റെ സംരക്ഷണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയാണ്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കും. അവിടെ ഒരു വലിയ സംരക്ഷണമുണ്ട്, വലിയൊരു കൃപയുണ്ട്. നമ്മളൊക്കെ വാഹനം ഓടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു 3 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയെങ്കിലും ചൊല്ലാതെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാറില്ല. നമുക്കറിയാം, മാതാവിന്റെ ഒരു സംരക്ഷണം നമ്മുടെ കൂടെയുണ്ട്. മെഡ്ജിഗോറിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ 5 ആയുധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ ആയുധമായി പറയുന്നത് ഒന്നാമത്തേത് ജപമാലയാണ്. എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നാണ് പരിശുദ്ധ അമ്മ മെഡ്ജിഗോറിൽ പ്രത്യക്ഷത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പരിശുദ്ധ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥന അത് വലിയ കൃപയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ, പരിശുദ്ധ മറിയമേ എന്ന് മറുപടി ചൊല്ലുമ്പോൾ അത് കൃപയുടെ വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ജപമാല മാസത്തിൽ ഈ വലിയ ആയുധം കയ്യിലെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ഭക്തിയിൽ ജീവിക്കാൻ കഴിയുമ്പോൾ, പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ വലിയ കൃപകളും അനുഗ്രഹങ്ങളും നമ്മൾ സ്വീകരിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.